ഇസ്രായേലിൽ നിന്നും മറ്റുള്ള അന്തർദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, നേരത്തെ ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നു, കുറച്ച് ഹോസ്റ്റേജസിനെ റിലീസായി. അതിനുശേഷം പല രീതിയിലുള്ള മോശമായ തരത്തിൽ ഹോസ്റ്റേജസിനോട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് സ്റ്റേജ് ഷോ നടത്താൻ ശ്രമിച്ചു. അതിനെ റെഡ് ക്രോസ് എതിർത്തു. കാരണം അവരാണ് മീഡിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ഹോസ്റ്റേജസിനെ ഇസ്രായേലിന് കൊടുക്കുന്നു, അവിടെയുള്ള പാലസ്റ്റൈൻ ഹമാസുകാരെ തിരിച്ചു കൊടുക്കുന്നു. ഇപ്പോഴത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഫിലഡൽഫിയ കോറിഡോർ ഉണ്ട്, അതായത് ഈജിപ്തിനും ഗാസയ്ക്കും മൊനമ്പിനും ആ സൈഡായി കിടക്കുന്ന കോറിഡോർ ഉണ്ട്. അതുവഴിയാണ് ഈ എയ്ഡ് മെറ്റീരിയൽ, അതായത് ഇവർക്ക് ഭക്ഷണവും സാധനമൊക്കെ ഈ ഗാസയിലുള്ള ഈ ഹമാസിൻ്റെയും പാലസ്റ്റീൻകാർക്കും കൊണ്ടുവരുന്നത്. അത് ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തു. ഇസ്രായേൽ പറയുന്നത് എത്രയും വേഗം 56ഓളം പേരെ ഹോസ്റ്റേജസ് ഉണ്ട് എന്ന് ഈ ഹമാസ് പറയുന്നു, അവരെ റിലീസ് ചെയ്യണം. അതിനുശേഷം മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാം. കാരണം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ മുഴുവനായിട്ട് ഇസ്രായേലി ഫോഴ്സ് അവിടുന്ന് വിഡ്രോ ചെയ്യണമെന്നാണ്. അതിന് ഇസ്രായേൽ തയ്യാറല്ല. അത് തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, UAE അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, സൗദി അറേബ്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഈജിപ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജോർദാൻ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ള രാജ്യങ്ങളൊന്നും അഭിപ്രായം കേൾക്കണ്ട എന്ന് തന്നെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടെ സമാധാനം വരണം. ലക്ഷ്യം വളരെ കൃത്യമാണ്. ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇതിനെ ക്ലീൻ ഔട്ട് ചെയ്യുക. ഇവരെ കാരണം രണ്ട് രാജ്യങ്ങളുമായിട്ട് ഏകദേശ ധാരണ അമേരിക്കയിലായി കഴിഞ്ഞു. ഈജിപ്തുമായിട്ടും ജോർദാനുമായിട്ട് ഇത്ര ആൾക്കാരെ എടുത്തോളാം. ഇവരെ മുഴുവൻ എടുത്ത് തള്ളി ദൂരെ കളയുക. കാരണം ഭക്ഷണമൊന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഇത് മുഴുവൻ അവിടെ നിന്ന് പോകും. പിന്നെ ഹമാസ് അവിടെ അവശേഷിച്ച് കഴിഞ്ഞാൽ വാർ ഏകദേശം ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ട് അത് മുഴുവൻ ക്യാപ്ചർ ചെയ്യും. ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. ഈ വാർ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഈ ലെബനൻ്റെ അവിടെ ഹിസ്ബുള്ളയായിട്ടുള്ള വാറും, ഇപ്പുറത്ത് ഹിസ്ബുള്ളയുടെ മറ്റൊരു വിങ്ങുണ്ട് സിറിയ, ആ വാറുമായിട്ട് ബന്ധപ്പെട്ടും വെസ്റ്റ് ബാങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് വിധരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഇതോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എക്സ്പാൻഡ് ചെയ്യും. ഇതൊരു വലിയ രാജ്യമാകും. ഇതൊരു പവർഫുൾ രാജ്യമായിട്ട്, അമേരിക്ക പോലെ പവർഫുൾ രാജ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാറും. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഈ രാജ്യമായിരിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നത്, ഇൻക്ലൂഡിങ് ഈ പറയുന്ന ജോർദാനാണെങ്കിലും ഈജിപ്തിനാണെങ്കിലും സൗദിക്കാണെങ്കിലും UAEക്കും. എങ്ങനെയായിരുന്നു അമേരിക്കൻ റോൾ, അത് അമേരിക്കൻ ബേസും പരിപാടിയും. കാരണം ഇവരുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ത്രെട്ട് അതിന് ഇസ്രായേലായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ പല ആൾക്കാരും കമൻ്റ് ഇട്ട് കളിയാക്കി, അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞ എക്സ്പാൻഷൻ ഉണ്ടാകുകയാണ്. ഇസ്രായേൽ ഇപ്പോഴുള്ളതിൻ്റെ ഒരു 10 100 ഇരട്ടി വലിയ രാജ്യമായിട്ട് മാറും. അതിൻ്റെ സെറ്റിൽമെൻ്റ് പ്ലാനുകൾ അവിടുത്തെ പത്രങ്ങളിൽ ഞാൻ വായിച്ചു. ഇപ്പോൾ ഇൻ്റർനാഷണൽ പത്രങ്ങൾ അതിൻ്റെ കട്ടിങ് നിങ്ങളതിനെ എടുത്ത് നോക്കുക. ഇത് പൂർണ്ണമായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അതായത് തെക്കൻ ലെബനൻ പിടിച്ച ഭാഗം ഇസ്രായേൽ ഇനി തിരിച്ചു കൊടുക്കുന്നില്ല, അത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി അവിടെ ഏകദേശം ആദ്യത്തെ സെറ്റിൽമെൻറ്റ് 1000 പേരെയാണ്. അപ്പോൾ അതിന് ലോകത്ത് പല ഭാഗത്തുള്ള ഇസ്രായേലികൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് അതിന് ബജറ്റ് കൊടുത്തു. അതേപോലെ വെസ്റ്റ് ബാങ്കിൽ ഇവരെ മുഴുവൻ അങ്ങോട്ട് മാറ്റിയിട്ട്, ജനീം ആ ഭാഗത്തോട്ട് മാറ്റിയിട്ട് അവിടെയും സെറ്റിൽമെൻറ്റ്. കാരണം ഇവർ പറഞ്ഞത് ബഫർ സോൺ എന്നാണ് പറയുന്നത്. ബഫർ സോണിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. എൻ്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്, ബഫർ സോണിൽ എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്? അവിടെ സെറ്റിൽമെൻറ്റ് കൊടുക്കുകയാണ്. അതായത് ഇസ്രായേലി ജൂയിഷ് ആയിട്ട് ലോകത്ത് പല ഭാഗത്തും താമസിക്കുന്നവർക്കും പല ക്രിസ്ത്യൻസിനും അവിടെ സെറ്റിൽമെൻറ്റ് അവിടെ വന്ന് താമസിക്കാം. ഇതാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ സിറിയയുടെ ഗോലൻ ഹൈറ്റ്സ് വരെയുള്ള ഭാഗം അവിടെ സെറ്റിൽമെൻറ്റ് തുടങ്ങി. ഇതിപ്പോൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയ രാജ്യമായിട്ട് മാറുകയാണ്, ഏറ്റവും പവർഫുൾ രാജ്യമായിട്ട് മാറുന്നു. അതായത് അമേരിക്കയുടെ റോൾ ഇപ്പോഴെങ്ങനെയാണ് നടത്തുന്നത്, അതേപോലെ മിഡിൽ ഈസ്റ്റിൽ അവരായിരിക്കും കാര്യങ്ങൾ ഇനിയും സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തുമായിട്ട് ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. കാരണം സൂയസ് കനാലിലെ ഓപ്പറേഷൻസ് മുഴുവൻ ഇപ്പോൾ ഇസ്രായേൽ ഏറ്റെടുക്കും, ലാഭം പകുതി ആ രീതിയിലോട്ടായി കഴിഞ്ഞു. അവിടെ ഇസ്രായേലായിരിക്കും ഇനി സെക്യൂരിറ്റി കൊടുക്കുന്നത്, ഹൂത്തികളോട് ചൂരകളെ. അവിടെയും മാറ്റം ഉണ്ടാവുകയാണ്.
അപ്പം ഞാനിതൊരു 2-3 മാസം മുമ്പ് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എയറിന്ന് പറയുന്നതുമല്ല. അവിടെയുള്ള പല ആൾക്കാരോടും ചോദിച്ചിട്ടും അവിടെ പലയിടത്തും ആൾക്കാർ ഇതിനെ പറ്റി ഒപ്പീനിയൻ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് അത് കൊണ്ട് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ പറഞ്ഞത്. അപ്പം ഈ ഇടയ്ക്കാണ്, അത് 2 ദിവസം മുമ്പാണ് ഇൻ്റർനാഷണൽ മീഡിയാസ് മുഴുവനും പറയാൻ തുടങ്ങി. കാരണം ഇവരെ മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ഇത് പിടിച്ചെടുത്തിട്ട് അമേരിക്ക അങ്ങ് പിടിച്ചെടുക്കുകയാണ്. അത് ഗാസ എന്ന് പറയുന്നത് അത് അമേരിക്കൻ ഒരു ഇതായിട്ട് കോളനി പോലെ അങ്ങ് മാറും, ഒരു ചെറിയ ഭാഗം. അതൊരു ടൂറിസ്റ്റ്, എക്കണോമിക്, ഇൻഡസ്ട്രിയൽ, ട്രേഡിൻ്റെ ഏരിയ ആയിട്ടങ്ങ് മാറും. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ഗാസ തീരണം. ഈ പാലസ്റ്റീൻ എന്ന് പറയുന്ന സാധനങ്ങൾ അവിടെ നിന്ന് മുഴുവനും മാറണം. മാറിയാലേ ഉണ്ടാകാൻ പറ്റുകയുള്ളൂ. അപ്പം അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ അമേരിക്ക, ഇസ്രായേലി കമ്മ്യൂണിറ്റി തയ്യാറാണ്. അത് മനസ്സിലാക്കുക. ഇസ്രായേൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയൊരു രാജ്യമായിട്ട് മാറും, ഹ്യൂജ് രാജ്യമായിട്ട് മാറും. അതിനെ എല്ലാ രീതിയിലും അമേരിക്കയും ഈ പറയുന്ന അറേബ്യ, മെയിനായിട്ടുള്ള UAEയും സൗദി അറേബ്യയും ഉള്ള രാജ്യങ്ങൾ മുഴുവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിനെ എതിർക്കാൻ അവിടെ ഒരു രാജ്യമില്ല. കാരണം ഇറാൻ ഒന്നും അല്ലാതായി മാറി, ഹിസ്ബുള്ള ഒന്നും അല്ലാതായി മാറി. പിന്നെ ആരാ അതിനെ എതിർക്കുന്നത്? ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതാണ് കറക്റ്റ് സമയം. ഈ ഹമാസ് പൊട്ടന്മാർ ചെയ്ത പരിപാടി ഒക്ടോബർ 8 അത് ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇവരാരും, ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷനിലുള്ളവരോ ഹമാസിൻ്റെ പിന്തുണക്കാരോ കേരളത്തിൻ്റെ ഹമാസിൻ്റെ ഫാനുകളോ വിചാരിച്ചോ ഇതിങ്ങനൊരു എക്സ്പാൻഷൻ ഉണ്ടാകാൻ പറ്റുമെന്ന്? ആലോചിച്ച് നോക്ക്. എത്ര വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ലോകത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരും അവരിങ്ങോട്ട് വരികയാണ്, താമസം മാറ്റുകയാണ്. അതായത് വീണ്ടും ഇസ്രായേൽ അതിശക്തമായ രാജ്യമായിട്ട് മാറുന്നു. ഉറപ്പായിട്ടും അത് ഇന്ത്യക്കൊരു പൊട്ടൻഷ്യലായിട്ട് ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. കാരണം അവരെ യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ഷെല്ലുകൾ കൊടുത്ത്, അമേരിക്ക പോലും കൊടുക്കാതിരുന്ന സമയത്ത്, യൂറോപ്യൻ രാജ്യങ്ങൾ തിരിഞ്ഞ സമയത്ത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഷിപ്മെൻ്റാണ് ഇസ്രായേലിന് ഷെല്ല് കൊടുത്ത് ഇന്ത്യ സഹായിച്ചത്. അവരത് ജീവിതത്തിൽ മറക്കുകയില്ല. കാരണം വല്ലാത്ത ക്രൈസിസ് പോയിന്റിലാണ് ഇസ്രായേലിനെ ഇന്ത്യ സഹായിച്ചത്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഇനിയൊരു ഗാസ അവിടെ മാറി തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റേജസിന് ഒറ്റ ടൈമിൽ 2 ടൈം കൊണ്ട് ഇതിനെ മുഴുവനും വിടണം. അത് കഴിഞ്ഞ് ഇസ്രായേൽ, അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഗാസയുടെ ഭരണം അനുവദിക്കുകയില്ല. അവിടെ ഈ പാലസ്തീൻകാരവിടെ ഉണ്ടാകുകയില്ല. ഗാസയിൽ അവരെയും മാറ്റണം. കാരണം ഈ രീതിയിലോട്ട് പോകാൻ വേണ്ടിയാണ് ഈ 56 പേരെ കിട്ടിയാലും ഇല്ലെങ്കിലും വാറിൽ ഇവരെ ദൂരെ കളയുക. അതിനുശേഷം അത് ഈ പറയുന്ന അമേരിക്കൻ രീതിയിൽ അതിനെ എടുത്ത് മാറ്റുക, അതിനെ മാറ്റിയെടുക്കുക. മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ ഇനി ടെൻഷനും സംഘർഷവും ഉണ്ടാകാത്ത രീതിയിൽ മാറ്റിയെടുക്കുക. ഇതിന് ട്രംപ് പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് ലോകം നോക്കുന്നത്. ഇത് ഫർദർ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രീതിയിൽ മുന്നോട്ട് പോകും മനസ്സിലാക്കുക. നേരത്തെയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ്റെ വിഷയത്തിൽ അവിടെ എൻഗേജ്ഡായി. അവർക്കിന്നൊന്നും മിണ്ടാനേ ഇല്ല ഈ കാര്യത്തിൽ. ബ്രിട്ടൻ കംപ്ലീറ്റ് എൻഗേജ്ഡായി, ഫ്രാൻസ് എൻഗേജ്ഡായി, ജർമ്മനി എൻഗേജ്ഡായി. ഇത് ഇസ്രായേൽ തന്നെ മാത്രം തീരുമാനമെടുക്കുക അമേരിക്കൻ സപ്പോർട്ടോടുകൂടി. ഇതാണ് അവിടുത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്.